അരനൂറ്റാണ്ടിന്റെ ഓർമ്മകളുമായി പ്രതീക്ഷ തിയേറ്റർ വിട പറയുന്നു. ഒരു കാലത്ത് പശ്ചിമ കൊച്ചിയിലെ സിനിമാ പ്രേമികളുടെ പ്രിയ കേന്ദ്രമായിരുന്നു പള്ളുരുത്തി കുമ്പളങ്ങി വഴി ജംഗ്ഷനിൽ തല ഉയർത്തി നിന്നിരുന്ന പ്രതീക്ഷ തിയേറ്റർ. പ്രതീക്ഷയുടെ തിരശ്ശീല വീഴുന്നതോടെ പശ്ചിമ കൊച്ചിയിലെ സിനിമാ തിയേറ്ററുകളുടെ ഒരു യുഗത്തിനാണ് അന്ത്യമാകുന്നത്. പശ്ചിമ കൊച്ചിയിലെ സിനിമാ സംസ്കാരത്തിന്റെ സുവർണകാലത്തിന് സാക്ഷിയായിരുന്ന പള്ളുരുത്തി കുമ്പളങ്ങി ജംഗ്ഷനിൽ തല ഉയർത്തി നിന്നിരുന്ന പ്രതീക്ഷ തിയേറ്റർ പൊളിച്ചു നിൽക്കുന്നു. ഏകദേശം 5 പതിറ്റാണ്ടോളം സിനിമാ പ്രേമികളുടെ പ്രിയ കേന്ദ്രമായിരുന്ന തിയേറ്റർ ഓർമ്മയാവുകയാണ്. 1977 ഓഗസ്റ്റ് 26-നാണ് അന്നത്തെ കൊച്ചി മേയർ AK ശേഷാദ്രി ഭദ്രദീപം തെളിയിച്ച് പ്രതീക്ഷ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മികച്ച ശബ്ദ വെളിച്ച സംവിധാനങ്ങളോടെ എത്തിയ തിയേറ്റർ അക്കാലത്ത് പ്രേം നസീർ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള മലയാള സിനിമകളും തമിഴ് ചിത്രങ്ങളും വിജയകരമായി പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. മോർണിംഗ് ഷോ മുതൽ സെക്കൻഡ് ഷോ വരെ പല ദിവസങ്ങളിലും ഹൗസ്ഫുൾ പ്രദർശനങ്ങളായിരുന്നു. ടെലിവിഷനും ഡിജിറ്റൽ വിനോദ മാധ്യമങ്ങളും വ്യാപകമാകുന്നതിനു മുമ്പ് കുടുംബങ്ങളുടെയും യുവജനങ്ങളുടെയും പ്രധാന വിനോദ കേന്ദ്രമായിരുന്നു പ്രതീക്ഷ. പ്രത്യേകിച്ച് ഓണം പോലുള്ള ആഘോഷ സമയങ്ങളിൽ ടിക്കറ്റ് ലഭിക്കാനാകാതെ പ്രേക്ഷകർ നീണ്ട നിരയിൽ കാത്തുനിന്നിരുന്ന കാലമുണ്ടായിരുന്നു. ഉത്സവ ദിനങ്ങളിൽ പ്രേക്ഷകരുടെ തിരക്ക് കാരണം ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം ലഭിക്കാറില്ലായിരുന്നുവെന്നും തിയേറ്ററിന്റെ ഇന്നത്തെ അവസ്ഥ ഏറെ വേദനിപ്പിക്കുന്നതായും തിയേറ്ററിന്റെ തുടക്കകാലം മുതൽ ജീവനക്കാരനായിരുന്ന PV ശാർങ്ങധരൻ പറയുന്നു. 750-800 കപ്പാസിറ്റിയുള്ള തിയേറ്ററാണത്. അതിലായി വിശേഷം പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ലാസ്റ്റ് മൂവ്മെന്റിലൊക്കെയാണ് ഞാൻ പറയുന്നത്. തീരെ ആളുണ്ടായില്ല, 15-20 ആളൊക്കെയാണ് ഒരു ഷോയിനുണ്ട്. അങ്ങനെയാണ് അത് കൂട്ടാനും കാരണം. ആളില്ലാണ്ട് പ്രസ്ഥാനം പോകുന്നില്ല. അന്ന് നല്ല കളക്ഷനാണ്. തിരുവോണത്തിൻ്റെ അന്നൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടില്ല. അതിന് മുമ്പ് എത്തണം അവിടെ. അതൊരു കാലം. പള്ളുരുത്തിയിലെ പ്രമുഖ കുടുംബാംഗങ്ങളായ ഹരി, നാണപ്പൻ, പപ്പൻ എന്നിവർ ചേർന്നാണ് പ്രതീക്ഷ തിയേറ്റർ സ്ഥാപിച്ചത്. പിന്നീട് ഉടമസ്ഥത തലമുറയ്ക്ക് കൈമാറിയെങ്കിലും കാലാനുസൃതമായ സാങ്കേതിക നവീകരണങ്ങൾ നടപ്പാക്കാൻ കഴിയാതിരുന്നതോടെ പ്രേക്ഷകരുടെ എണ്ണം ക്രമേണ കുറഞ്ഞു. 900 സീറ്റുകളുള്ള തിയേറ്ററിൽ ഭൂരിഭാഗം സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു അവസാനകാല പ്രദർശനങ്ങൾ. വീട്ടിലിരുന്ന് പുതിയ സിനിമകൾ കാണാവുന്ന OTT പ്ലാറ്റ്ഫോമുകളുടെ വരവ് തിയേറ്ററിന്റെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിച്ചു. ഇതോടെ 2 വർഷം മുമ്പ് തിയേറ്റർ പൂർണ്ണമായും അടച്ചുപൂട്ടുകയായിരുന്നു. ഭാവിയിലെന്തെന്ന് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് നിലവിലെ അവകാശികളിലൊരാളായ രാജേഷ് പറഞ്ഞു. പ്രതീക്ഷയുടെ തിരശ്ശീല വീഴുന്നതോടെ പശ്ചിമ കൊച്ചിയിലെ പഴയകാല സിനിമാ തിയേറ്ററുകളുടെ ഒരു യുഗത്തിനാണ് അന്ത്യം കുറിക്കുന്നത്. കേരളത്തിലെ ആദ്യ 70mm തിയേറ്ററായ സൈന ഉൾപ്പെടെ സുജാത, റോയൽ, സ്റ്റാർ, ജയലക്ഷ്മി, പാലമുറ്റം തുടങ്ങിയ പ്രശസ്ത സിനിമാ കൊട്ടകകളും ഇതിനു മുമ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. 36 വർഷം അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാണ്. ആ സാധനം ഇപ്പോൾ കൂട്ടി 2 ഭിത്തി മാത്രം നിലവിലുണ്ട്. അതിൻ്റെ ഡ്രസ്സ് വർക്കുണ്ട്. ബാക്കിയൊക്കെ പോയി. 70, 1.5, 2.5 ടിക്കറ്റ് റേറ്റ് അതായിരുന്നു. 70 പൈസ, 1 രൂപ, 2.5. പിന്നെ അതിനൊക്കെ ശേഷമാണ് ബാൽക്കണി എന്നും പറഞ്ഞപ്പോൾ വന്നത്. അത് 30-40 രൂപ തന്നെ ഓർക്കണം. 40 രൂപ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.